അശ്വമേധത്തിന്റെ വേദിയിലേക്ക് സർ പ്ലീസ് വാക്ക് ഇൻ. മലയാളിക്ക് പ്രിയങ്കരനായ കവിമിത്രം ശ്രീ മുരുകൻ കാട്ടാക്കടയ്ക്ക് ആദരവോടെ ഈ ഹോട്ട് സീറ്റിലേക്ക്. സോ ചോദ്യങ്ങളില്ല, ഉത്തരങ്ങളില്ല, അതൊക്കെ ഉണ്ട്, അതൊക്കെ പിന്നീട്. എനിക്ക് ആദ്യം ആവശ്യം നെല്ലിക്ക ആണ്. നെല്ലിക്ക ഉണ്ടോ കയ്യിൽ? നെല്ലിക്ക കഴിച്ച് തന്നെ കുട്ടികൾ വളരണം. നെല്ലിക്ക അറിഞ്ഞും അനുഭവിച്ചും തന്നെ വളരണം. ഇപ്പോൾ പല പല കാര്യങ്ങളും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ നെല്ലിക്ക പോലെയാണ്. അവർക്ക് ആദ്യം പറഞ്ഞാൽ അത് കഴിക്കും, പിന്നെ മധുരിക്കും. അപ്പോൾ എനിക്കൊരു നെല്ലിക്ക തരാൻ മാർഗമുണ്ടോ? തരാം, തീർച്ചയായിട്ടും. ശരി. തീർച്ചയായിട്ടും എനിക്ക് വലിയ സന്തോഷമാണ് ജി എസുമായിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കാനും കവിത എല്ലാം. കാരണം അതൊക്കെ വലിയ വലിയ ഓർമ്മകളിലേക്ക് നമ്മൾ ഒരു കവി എന്ന നിലയിൽ, ഒരു പെർഫോമർ എന്ന നിലയിൽ, വെറും കവിയല്ലാതെ കവിത ചൊല്ലുന്നൊരു കവി എന്ന നിലയിലുള്ള എൻ്റെ ഈ വളർച്ചയിൽ നമ്മുടെ യാത്രകളും ചർച്ചകളും ഒക്കെ ഒരുപാട് സഹായിച്ചു പലതരത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അതുകൊണ്ട് തന്നെ അശ്വമേധത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സ്വന്തമായിട്ടാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് നെല്ലിക്ക എന്ന കവിതയല്ല, നെല്ലിക്ക അല്ലേ? നെല്ലിക്ക ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള കവിതയാണ്. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി, മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി. പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി. ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ, ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ, ചിറകുവെന്തു കരിഞ്ഞു മണ്ണിലടിഞ്ഞിടലുണ്ണി. ഓർത്തുവയ്ക്കാനൊത്തിരി കഥ ബാക്കിയെന്നുണ്ണി, ബാക്കി വച്ചവ ബാക്കിയാക്കാൻ നോക്കി നിൽക്കുണ്ണി. ആറ്റിൽ മുങ്ങിയുറഞ്ഞു തുള്ളി ഉണർന്ന ബാല്യങ്ങൾ, ആറ്റിൽ മുങ്ങി ഉറഞ്ഞു തുള്ളി ഉണർന്ന ബാല്യങ്ങൾ, ആറ്റിലിപ്പോൾ അർബുദ പുണ്ണായി മണൽ കുഴികൾ. ആറ്റിലിപ്പോൾ അർബുദ പുണ്ണായി മണൽ കുഴികൾ. ആറുകളും ആത്മഹത്യ ചെയ്തു പോകുന്നു അല്ലേ? ആത്മഹത്യ ചെയ്തു പോകുന്ന പുഴയുടെ വിലാപവും മുരുകൻ എഴുതിയിട്ടുണ്ട്. കൺമുന്നിലെ കാഴ്ചകൾ, സമൂഹത്തിൻ്റെ നൊമ്പരങ്ങൾ, ഇവയെല്ലാം പടർത്തി മുരുകൻ എഴുതുന്ന കവിതകൾക്ക് തിളക്കവും തെളിച്ചവും. പത്മതീർത്ഥ കുളത്തിൽ വർഷങ്ങൾക്ക് മുൻപ് ഒരു മനസ്സിൻ്റെ സമനില തെറ്റിയ ഒരാൾ മറ്റൊരാളെ കൊല ചെയ്യുന്നത് കണ്ടുകൊണ്ടു നിന്നു കാഴ്ചക്കാരായി ജനം. തത്സമയ സംപ്രേഷണം ചെയ്ത് ചില ചാനൽ ക്യാമറകൾ അത് ആഘോഷിക്കുകയും ചെയ്തു. അന്ന് മുരുകൻ എഴുതി ഉണരാത്ത പത്മതീർത്ഥങ്ങളെ കുറിച്ച് രണ്ടു വരി ചൊല്ലാമോ? ചാനൽ പരുന്തു പറക്കുന്നു ചുറ്റിലും. അതെ, അത് പിന്നെ സുരേഷ് അല്ലേ പയ്യന്റെ പേര്? അയാൾ അവസാനം പറഞ്ഞു, അയാൾ പറഞ്ഞ വാചകം അതിന്റെ അർത്ഥം എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ആർക്കും. എൻ്റെ അമ്മയെയും അച്ഛനെയും ഇറച്ചി വെച്ച് എന്നെ കൊണ്ട് കഴിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് സുരേഷിന് ഓർമ്മ വരുന്നത്. അന്ന് നമ്മൾ ഈ അശ്വമേധം കളിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം പറഞ്ഞു തന്നത് GS ആണ്. അവൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ പേര് സുരേഷ്. ഞാൻ പിന്നെ നെന്മാറയിൽ, പാലക്കാട്ട് നെന്മാറയിൽ വെച്ച് പുള്ളിയെ നേരിട്ട് കാണുകയും അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ഈ കവിത ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. അതോടുകൂടി ഒരു കവിത എൻ്റെ വൃത്തം പൂർത്തിയാക്കി എന്ന് വിചാരിക്കുന്ന ഒരു കവിതയാണ് ഈ ഉണരാത്ത പത്മതീർത്ഥങ്ങൾ. നിൽക്കുന്നു ഞാൻ പത്മതീർത്ഥക്കുളത്തിൻ്റെ ഭിത്തിയിൽ കയ്യൂന്നി താടി താങ്ങി, ചുറ്റുമൊരായിരം കാണികൾ ഞാനും അങ്ങെത്തി നോക്കുന്നുണ്ടകുളത്തിൽ. തുടങ്ങാം. തീർച്ചയായും.
വർഷങ്ങൾക്ക് മുമ്പ് 97-ലും 96-ലുമൊക്കെ മുരുകന്റെ ഇരുചക്ര വാഹനത്തിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ കളിച്ചിരുന്ന അതേ അശ്വമേധത്തിന്റെ നൊസ്റ്റാൾജിയ, ആ ഗ്രഹാതുരത്വം മനസ്സിൽ നിറച്ചുകൊണ്ട് എൻ്റെ ആദ്യ ചോദ്യം. താങ്കൾ വിചാരിച്ചത് ഒരു പുരുഷൻ ആണ്. ജീവിച്ചിരിപ്പുണ്ടോ? ജീവിച്ചിരിപ്പുണ്ട്. എനിക്ക് ആ ലൈഫ് ലൈൻ വേണ്ടി വരും. ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാന മേഖല? ആണ്. രാഷ്ട്രീയമാണോ പ്രധാനം? രാഷ്ട്രീയമുണ്ട്, എന്നാലും പ്രധാന മേഖല രാഷ്ട്രീയമല്ല. അല്ല. സാഹിത്യം? ആണ്. ഇന്ത്യൻ? തീർച്ചയായും. മലയാളി? അല്ല. സൗത്ത് ഇന്ത്യൻ? ആണ്. 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 തമിഴ്നാട്? അല്ല. 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 മലയാളി അല്ല എന്ന് പറഞ്ഞു, സൗത്ത് ഇന്ത്യൻ ആണെന്ന് പറഞ്ഞു. കർണാടകമാണോ? കന്നഡ സാഹിത്യമാണോ? കർണാടകം? അല്ല. അല്ല. ശരി. 10 ചോദ്യങ്ങൾ. പണ്ടാണെങ്കിൽ എനിക്ക് ഇനി 11 ചോദ്യങ്ങൾ കൂടിയുണ്ട്, പക്ഷെ ഇപ്പം അതില്ല. ഇപ്പം എനിക്ക് 18 ചോദ്യങ്ങളെ ചോദിക്കാവൂ. ചോദിക്കല്ലേ? അദ്ദേഹം ദേശീയ പുരസ്കാരം നേടിയിട്ടുണ്ടോ? ഉണ്ട്. ഉണ്ട്. ഇനിയുള്ള ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് എനിക്കൊരു ഉപകാരം ചെയ്യണം. കൈകൾ നഷ്ടപ്പെട്ടു പോയ ബാഗ്ദാദിലെ ആ ബാലനെ ഒന്ന് ഓർമ്മിക്കാൻ ആ 4 വരി ഒന്ന് ചൊല്ലുക. അലി ഇസ്മയിൽ അല്ലേ? അലി ഇസ്മയിൽ. ഇരുപാർശ്വങ്ങൾ മുറിഞ്ഞ കുരിശായ ഒരു ബാല്യം, നിറ കണ്ണു തുടയ്ക്കാൻ വരമായൊരു കൈ, പ്രാർത്ഥനയേറ്റി മയങ്ങും നാതുരശയ്യയിലാർദ്രം. ഇത് ബാഗ്ദാദാണ്. അമ്മ പറഞ്ഞു ഒരു അറബിക് കഥയിലെ ബാഗ്ദാദ്. അദ്ദേഹം പ്രാദേശിക ഭാഷയിലാണോ രചന നടത്തിയിരുന്നത്? രണ്ടും ഉണ്ടായിരുന്നു. പ്രധാനമായും പ്രാദേശിക ഭാഷയിൽ തന്നെയാണ്, റീജിയണൽ ലാംഗ്വേജിൽ തന്നെയാണ്. കവിതയായിരുന്നു പ്രധാനം അദ്ദേഹത്തിന്റെ മേഖല? അല്ല. അല്ല. നാടകം? നാടകവുമല്ല. അല്ല. ചെറുകഥയോ നോവലോ ആണോ? ആണ്. ലേഖനങ്ങൾ ഇവയെല്ലാം പ്രധാനമാണ്. പ്രത്യേക വിഭാഗത്തിനെ സ്വാധീനിക്കുന്നതാണ്. പ്രതിനിധാനം ചെയ്തു. അതൊന്നും പറയരുത്. എന്തായാലും അദ്ദേഹം തെലുങ്ക് ഭാഷ നന്നായി കൈകാര്യം ചെയ്യുന്ന ഒരാളാകണം. അദ്ദേഹം ദളിതർക്കു വേണ്ടി സംസാരിക്കാറുണ്ടോ ഉച്ചത്തിൽ? ഉണ്ട്. അദ്ദേഹത്തിന്റെ വിരലടയാളവും കാഞ്ചാ ഏലയ്യയുടെ വിരലടയാളവും ഒരുപോലെയാണ്. ഒന്ന് തന്നെയായിരുന്നു. സോ താങ്കൾ വിചാരിച്ചത് കാഞ്ചാ ഏലയ്യയാണ്. തീർച്ചയായും. വളരെ നല്ല തിരഞ്ഞെടുപ്പാണ്. മാത്രമല്ല ഈ അവസരത്തിൽ മറ്റൊന്നെനിക്ക് ചർച്ച ചെയ്യാനുണ്ട്. പാമ, തമിഴ് എഴുത്തുകാരി പാമ. നമ്മുടെ മലയാളത്തിലെ വായനക്കാർ കൂടുതൽ ആഴത്തിൽ കാഞ്ചാ ഏലയെ കാണുന്നത് പോലെ കൂടുതൽ ആഴത്തിൽ പാമയുടെ കൃതികൾ, സംഗതി, കരിക്ക് മുതലായ കൃതികൾ വായിക്കാൻ താല്പര്യപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാഞ്ചാ ഐലയ്യ ആന്ധ്രാപ്രദേശിലെ വാറങ്കൽ ജില്ലയിൽ 1952 ജനിച്ചു. ഇന്ത്യയിലെ അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകനും എഴുത്തുകാരനുമാണ് ഇദ്ദേഹം. വൈ ഐ ആം നോട്ട് എ ഹിന്ദു, ഗോഡാസ് പൊളിറ്റിക്കൽ ഫിലോസഫർ, ബുദ്ധാസ് ചാലഞ്ച് ടു ബ്രാഹ്മണിസം എന്നിവയാണ് പ്രധാന പുസ്തകങ്ങൾ. സോ ശ്രീ മുരുകൻ, അല്ല ഇത് കഴിയുന്നില്ല. താങ്കളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നു, ഞാനും. ഇത് ഞങ്ങളുടെ അശോഭഹാരം. ഇത് മിർ റിയൽറ്റേഴ്സ് നൽകുന്ന ക്യാഷാണ്. പക്ഷേ ഇതെല്ലാം ഇവിടെ ഇരിക്കും. തൽക്കാലം അതവിടെ ഇരിക്കും. എനിക്കിത് കഴിഞ്ഞിട്ടും പുറത്തിറങ്ങി നടക്കും. അപ്പോൾ ആളുകൾ ചോദിക്കും, ശ്രീ മുരുകൻ കാട്ടാക്കട അവിടെ വന്നു. പ്രത്യേകിച്ച് പ്രവാസികൾ ഒരുപാട് ചോദിക്കും. അവരെല്ലാം ചോദിക്കുന്ന ചോദ്യം, പ്രദീപ് രേണുക കേൾക്കാതെ ശ്രീ മുരുകൻ കാട്ടാക്കട ആ വേദിയിൽ നിന്ന് നിങ്ങൾ യാത്രയാക്കിയാൽ പിന്നെന്താണ്, നിങ്ങൾക്ക് എന്ത് ലോജിക്കാണെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു കവിത. തീർച്ചയായും ലോകമെമ്പാടുമുള്ള പെൺകുട്ടികൾക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അമ്മമാർക്ക് വേണ്ടി. അപ്പോൾ ഒരു കുഞ്ഞും അമ്മയും തമ്മിലുള്ള വർത്തമാനമാണ്, ഒരു പെൺകുഞ്ഞും അമ്മയും. അപ്പുറം വീട്ടിലെ അപ്പുപ്പൻ ഇന്നലെ കാക്കയുടെ പൂച്ചയുടെ കഥ പറഞ്ഞു.
അപ്പുറം വീട്ടിലെ അപ്പുപ്പൻ ഇന്നലെ കാക്കയുടെ പൂച്ചയുടെ കഥ പറഞ്ഞു. തത്തമ്മ പെണ്ണിന്റെ താറാ കോഴിയുടെ തക്കിടി മുണ്ടന്റെ കഥ പറഞ്ഞു. തത്തമ്മ പെണ്ണിന്റെ താറാ കോഴിയുടെ തക്കിടി മുണ്ടന്റെ കഥ പറഞ്ഞു. മുത്തങ്ങൾ തന്നെന്നെ മാറോടു ചേർത്തുകൊണ്ടൊത്തിരി നേരം കഥ പറഞ്ഞു. മുത്തങ്ങൾ തന്നെന്നെ മാറോടു ചേർത്തുകൊണ്ടൊത്തിരി നേരം കഥ പറഞ്ഞു. തൂക്കണാം കുരുവിയുടെ കഥ കേൾക്കുവാൻ അമ്മേ പോകയാണിന്നു ഞാൻ അക്കരയ്ക്ക്. തൂക്കണാം കുരുവിയുടെ കഥ കേൾക്കുവാൻ മോളെ ഞാൻ ഇന്നു പോരുന്നു നിന്റെ കൂടെ. തൂക്കണാം കുരുവിയുടെ കഥ കേൾക്കുവാൻ മോളെ ഞാൻ ഇന്നു പോരുന്നു നിന്റെ കൂടെ. ഒറ്റയ്ക്കിരിക്കുന്നൊരപ്പുപ്പൻ ചൊല്ലുന്നൊരൊറ്റ കഥയും കഥകളല്ല. ഒറ്റയ്ക്കിരിക്കുന്നൊരപ്പുപ്പൻ ചൊല്ലുന്നൊരൊറ്റ കഥയും കഥകളല്ല. ഒറ്റയ്ക്കു പോയി കഥകൾ നീ കേൾക്കേണ്ട, ഒക്കത്തു കയറി മറിഞ്ഞിടേണ്ട. അപ്പുപ്പനും മോളും നല്ലവരെങ്കിലും അത്രയ്ക്ക് നല്ലതല്ലിന്നു കാലം. തീർച്ചയായും അതാ ഒരു ബോധം അമ്മമാർക്കുണ്ടാവണം പ്രത്യേകിച്ചും. എന്തായാലും രേണുകയിൽ കുറച്ച് പേര് രേണുക്കേ നീരാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേ തോന്നനഞ്ഞ കൊമ്പിൽ നിന്നു നില തെറ്റി വീണ് രണ്ടിലകൾ നമ്മൾ. രേണുക്കേ നാം രണ്ടു മേഘശകലങ്ങളായി അകലേക്കു മറയുന്ന ഘനഭംഗികൾ. മഴവില്ലു താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേഘ ശ്യാമക്ഷണഭംഗികൾ. പിരിയുന്നു രേണുക്കേ പിരിയുന്നു രേണുക്കേ നാം രണ്ടു പുഴകളായി ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം. ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാം എന്ന വാക്കുമാത്രം. നാളെ പ്രതീക്ഷ തൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നതിത്ര മാത്രം. എന്നെങ്കിലും എവിടെ വെച്ചും കണ്ടുമുട്ടാം എന്ന വാക്കിൽ അവസാനിക്കുന്നതല്ല നമ്മുടെ സൗഹൃദം. മുരുകന്റെ കാവ്യയാത്രയിൽ എല്ലായ്പ്പോഴും എല്ലായിടത്തും നമ്മൾ വീണ്ടും കണ്ടുമുട്ടിക്കൊണ്ടേയിരിക്കും. പരസ്പരം പങ്കുവയ്ക്കപ്പെടുന്ന ഹൃദയങ്ങളിൽ സൗഹൃദം നിറച്ചുകൊണ്ടേയിരിക്കും. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ചോദിക്കുന്നു മുരുകൻ. ഓർമ്മിക്കണം എന്ന വാക്കു മാത്രം ഉത്തരം പറയുന്നു മുരുകൻ.